ഹായ്, ഞാൻ ഇന്നലെ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ കണ്ട്. ഇന്നലെ 6:15 ഷോയ്ക്കാണ് ഞാൻ പടം കണ്ടത്. ഈ പടം കാണാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിസാം ബഷീർ എന്ന ഡയറക്ടറിൻ്റെ പടമായതുകൊണ്ടാണ്. കാരണം അയാളുടെ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പം ആക്ച്വലി ഞാനൊരു ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ, അതായത് ഡയറക്ടറിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ പടം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള പടങ്ങളല്ല ഞാൻ കാണുന്നത്. എനിക്ക് അതിനോടാണ് താല്പര്യം. അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. എൻ്റെ ആണെങ്കിൽ കുറേ പേരും ഉണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലോട്ടിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനായിട്ടൊരു അഫെയറുണ്ട്. അപ്പം ഇത് തിരിച്ചറിയുന്ന നമ്മുടെ നായകൻ, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഒരു ദിവസം ബാങ്കിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പം അതേ സമയത്ത് തന്നെ 3 ബാങ്ക് കൊള്ളക്കാർ വരുന്നു. ഈ ബാങ്ക് കൊള്ളക്കാർ ഈ ബാങ്ക് കൊള്ളയടിക്കുന്നതോടൊപ്പം നമ്മുടെ നായകനുമായിട്ട് ഉരസുകയും ആ നായകനെ അവർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഈ ബാങ്ക് കൊള്ളക്കാർ എങ്ങനെ മരിക്കുന്നു, അതിനുശേഷം അവൻ്റെ ലൈഫിൽ, അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥനായ നായകൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ട്രോമയും അദ്ദേഹം കടന്നു വന്ന തടസ്സങ്ങളുമാണ് ഈ സിനിമയിൽ പറയുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം കുറച്ചും കൂടെ പറഞ്ഞാൽ സ്റ്റോറി മൊത്തം റിവീലായി പോകും. ഓക്കെ, പക്ഷേ ഈ പടം ഇപ്പോൾ കഥ കേൾക്കുമ്പോൾ വൺലൈൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്ക് ഈ പടം ഓക്കെ ആയിട്ടേ തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഉള്ള കാര്യം വേണമല്ലോ. പിന്നെ ഇതിൽ മെയിൻ പോസിറ്റീവായിട്ട് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഫൈറ്റ് രംഗങ്ങൾ കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് രംഗങ്ങൾ ഇതിലെന്ന് പറയും. ഇതിനകത്തൊരു ലിഫ്റ്റിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. കിടിലം ഫൈറ്റാണ്, നിങ്ങൾ മസ്റ്റ് വാച്ച് സംഭവമാണ്. ഞാൻ അടുത്ത് കണ്ടുവെച്ചാൽ എനിക്ക് നല്ലൊരു ഫൈറ്റ് രംഗങ്ങൾ കണ്ടതിന് പടം ഞാൻ ഇതേ പറയത്തുള്ളൂ, വേറൊന്നും പറയത്തില്ല. കാരണം ഇത് നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഫൈറ്റ് എല്ലാം. അത് അവർ മേക്കിംഗ് അതായാലും ശരി, നല്ലതായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഞാൻ നിസാം ബഷീറിൻ്റെ മേക്കിംഗ് സ്റ്റൈലുണ്ട്, ഇങ്ങനെ ട്രാൻസിഷനും അങ്ങനത്തുള്ള സംഭവമൊക്കെ ഉണ്ട്. അത് നല്ല രീതിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഥ സ്റ്റോറി സിമ്പിൾ സ്റ്റോറിയാണ്. അപ്പം അത് തന്നെ ഉള്ളു. ഈ സിമ്പിൾ സ്റ്റോറി കണ്ട് ഇതിൻ്റെ സ്ട്രക്ചറും അതിനെ പിടിച്ച് വലിച്ച് നീട്ടിയിരിക്കണം ആ പടത്തിൽ വെച്ചിട്ട് തന്നെ. അപ്പം ഇതിൻ്റെ ഫൈറ്റാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാസ്റ്റിംഗ് എല്ലാം എല്ലാവരും ഓക്കെയാണ്. പൃഥ്വിരാജ് ആയാലും പാർവതി ആയാലും അവരുടെ റോളെല്ലാം കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. കാരണം ഇത് ഇത്രയും വലിച്ചു നീട്ടണമെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഇത്രയും ലെന്തായിട്ട്, കാരണം ഇതിൻ്റെ സ്റ്റോറി ചെറുതാണ്. പിന്നെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തന്നെ ക്ലൈമാക്സ്, അതിനകത്ത് വേറെ ഒന്നുമില്ല, ട്വിസ്റ്റും ചെയ്യണമൊന്നുമില്ല സംഭവം. ഇപ്പം എനിക്ക് പിന്നെ ബാക്കി മ്യൂസിക്കിൻ്റെയൊക്കെ എനിക്ക് ഓക്കെയാണെന്ന് തോന്നിയിട്ടുള്ളൂ. എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല. ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് ഇതിനകത്ത് ഫൈറ്റ് രംഗങ്ങൾ കിടിലുണ്ട്. പ്രത്യേകം അടുത്തടുത്ത് ചെയ്ത് വെച്ച് കിടില ഫൈറ്റ് രംഗങ്ങൾ ഇതാണ്. അപ്പം എൻ്റെ അടുത്ത് ഈ പടം നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഫൈറ്റ് രംഗങ്ങൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫൈറ്റേ ഉള്ളൂ, പക്ഷേ അതെല്ലാം കിടിലാണ്, ടോപ്പ് നോച്ച് ഫൈറ്റാണ് കേട്ടോ, ഉള്ള കാര്യമാണല്ലോ. അത് ആസ്വദിക്കണമെങ്കിൽ ഈ പടത്തിന് വേണ്ടി ടിക്കറ്റ് എടുക്കണം. അല്ലാത്ത പക്ഷം ഞാൻ ഇതിനകത്ത് പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, നിങ്ങൾക്ക് എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നേ പറഞ്ഞോളൂ.